ലേണിംഗ് അനിറ്റ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാ മക്കളും എക്സാം ഒക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കയ്യിൽ കിട്ടി പുതിയതായിട്ട് നിങ്ങൾ ഇതാ വൺ ബൈ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലാസ് 3-ലെ EVS-ൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന നമ്മുടെ 4th ചാപ്റ്ററായ വൃത്തി നൽകും ശക്തി അല്ലെങ്കിൽ ദ പവർ ഓഫ് ക്ലീൻലിനെസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എന്താണ്? യെസ്, നമ്മുടെ വൃത്തിയെ പറ്റിയാണ്. അതായത് വ്യക്തി ശുചിത്വം, അതുപോലെ തന്നെ പരിസര ശുചിത്വം, അതൊക്കെ പാലിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇൻ കേസ് അത് പാലിച്ചില്ലെങ്കിൽ നമ്മളെ എന്തൊക്കെ രോഗങ്ങളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് വൃത്തിയായിട്ട് കൈ കഴുകേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത മക്കൾ ജസ്റ്റ് പോയിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൈ മാത്രം കഴുകിയാൽ മതിയോ? പോരാ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? നല്ല വൃത്തിയായിട്ട് പല്ല് തേക്കുന്നതാണല്ലേ. അപ്പം നല്ല വൃത്തിയുള്ള പല്ലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പല്ല് നല്ല വൃത്തിയായിട്ട് തേക്കേണ്ടത് എന്നാണ് മിസ് ഇനി പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. കൈ കഴുകുന്ന പോലെ തന്നെയാണ് പല്ല് തേക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം വൃത്തിയുള്ള പല്ലുകൾ വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? യെസ്, നല്ല രീതിയിൽ തേച്ചുറച്ചിട്ട് നമ്മുടെ പല്ല് വൃത്തിയാക്കണം അല്ലേ. പക്ഷേ അതിനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് മക്കളെ? നമ്മുടെ ബ്രഷ് ചെരിച്ച് പിടിക്കണം. അതായത് നമ്മളിങ്ങനെ ബ്രഷ് ഇങ്ങനെ കുത്തനെ പിടിക്കുന്നതിന് പകരം ചെറുതായിട്ട് എന്താണ് ചെരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പല്ല് തേക്കാൻ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിലുള്ളതുപോലെ തന്നെ എൻ്റെ മക്കൾ ഇനി മുതൽ പല്ല് തേക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്തതായിട്ട് എന്ത് ചെയ്യണം? മുന്നോട്ടും പിന്നോട്ടേക്കും ബ്രഷ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കാതെ നേരെ മറിച്ച് എന്താണ് മുന്നോട്ടേക്കും അതുപോലെ തന്നെ പിന്നോട്ടേക്കും നമ്മൾ നല്ല രീതിയിൽ പല്ല് തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും അതുപോലെ തന്നെ കീഴ്നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലേക്കും ബ്രഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മുകൾ നിരയിൽ നമുക്ക് പല്ലുണ്ട്, അതുപോലെ തന്നെ താഴ്നിരയിൽ നമുക്ക് പല്ലുണ്ട്. അപ്പോൾ മുകൾ നിരയിലെ പല്ല് നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? മുകളിൽ നിന്നും താഴോട്ടേക്ക് നമ്മൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കീഴ്നിരയിലെ പല്ലുകളാണ് നല്ല വൃത്തിയാക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അവിടെ നമ്മൾ എന്താണ്? യെസ്, താഴെ നിന്നും മുകളിലേക്ക് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യണം. അപ്പോൾ ഓരോന്നിൻ്റെയും ചിത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ആ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വേണം എൻ്റെ മക്കൾ ഇനി മുതൽ ബ്രഷ് ചെയ്യാൻ. ഇനി അവിടെ മാത്രം മതിയോ? സൈഡിൽ മാത്രം മതിയോ നമ്മുടെ പല്ല് ക്ലീൻ ആവേണ്ടത്? അല്ല അല്ലേ. നമ്മൾ എന്താണ്? നമ്മൾ ഫുഡൊക്കെ ചവയ്ക്കുന്നത് എങ്ങനെയാണ്? ആ പല്ലിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പം ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം ഇതുപോലെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും നല്ലോണം ബ്രഷ് ചെയ്യണം. ഈ ചെരിച്ച് പിടിച്ച് ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചവയ്ക്കുന്ന ആ ഒരു ഭാഗവും നമ്മൾ എന്താണ് ഇതുപോലെ തന്നെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും നല്ല രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യണം. അടുത്തത് എന്താണ്? പല്ലുകളുടെ അകംവശവും നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു പല്ലിൻ്റെ പുറംഭാഗം നമ്മൾ ബ്രഷ് ചെയ്തു, പല്ലിൻ്റെ അതുപോലെ ആ ഒരു പ്രതലം നമ്മൾ ബ്രഷ് ചെയ്തു. അത് മാത്രം മതിയോടെ അല്ല, പല്ലിൻ്റെ ഉൾഭാഗവും നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ നമ്മൾ ബ്രഷ് എടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം. അത് ഇനി ഇത്രയും കൊണ്ട് അവസാനിച്ചോ? ഇല്ല. ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നാവും വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പല്ല് മാത്രം വൃത്തിയാക്കിയാൽ പോരാ, നമ്മുടെ നാവും നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. കാരണം തലേ ദിവസം നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എന്താണ് ഈ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ നാവിലും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ ഉപയോഗിച്ച് നമുക്ക് എന്താണ് നാവ് വൃത്തിയാക്കാനും പറ്റും. അപ്പോൾ പല്ല് തേക്കേണ്ട വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ മിസ് പറഞ്ഞു തന്നത്. 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, നല്ല വൃത്തിയായിട്ട് പല്ല് തേക്കുക. രാവിലെയും അതുപോലെ തന്നെ കിടക്കുന്നതിന് മുന്നോടിയായിട്ടും നിങ്ങൾ ഇതുപോലെ ബ്രഷൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വായെന്ന് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് പല രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയായിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും ആദ്യം വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.